ലോകരാഷ്ട്രീയത്തിലും സുരക്ഷാ മേഖലകളിലും വമ്പൻ മാറ്റങ്ങൾ സംഭവിക്കുന്നു. നയതന്ത്രത്തിന്റെ പുതിയ യുദ്ധതന്ത്രങ്ങളും നടുക്കുന്ന ദുരന്തങ്ങളും അതിർത്തിയിലെ വെടിയൊച്ചകളും ഒരേ സമയം വാർത്തകളിൽ നിറയുകയാണ്. ഒരു വശത്ത് ഗാസയിലെ യുദ്ധാനന്തര ഭരണം നിയന്ത്രിക്കാൻ ഡൊണാൾഡ് ട്രംപ് രൂപീകരിച്ച അതിശക്തമായ ബോർഡ് ഓഫ് പീസിലേക്ക് ഇന്ത്യക്ക് ക്ഷണം ലഭിച്ചിരിക്കുന്നു. ലോകരാഷ്ട്രീയത്തെ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു വലിയ നീക്കമാണിത്. എന്നാൽ യൂറോപ്പിലാകട്ടെ സ്പെയിനിലെ റെയിൽവേ ട്രാക്കുകളിൽ മരണം പെയ്തിറങ്ങിയിരിക്കുന്നു. 2 ഹൈസ്പീഡ് ട്രെയിനുകൾ കൂട്ടിയിടിച്ചുണ്ടായ അതിദാരുണമായ അപകടത്തിൽ മരണം 39 കവിഞ്ഞു. സ്വിറ്റ്സർലാൻഡിലെ ദാവോസിൽ ലോക സാമ്പത്തിക ഫോറത്തിന്റെ വാർഷിക സമ്മേളനം ആരംഭിച്ചിരിക്കുകയാണ്. ഇത്തവണ ചർച്ചകളേക്കാൾ കൂടുതൽ ദാവോസിൽ ഉയരുന്നത് ട്രംപിന്റെ ഭീഷണികളാണ്. ഒപ്പം ജൂൺ മാസത്തിനുള്ളിൽ ഗ്രീൻലൻഡ് വിട്ടുകൊടുത്തില്ല എങ്കിൽ ടാക്സ് 25% ഉയർത്തുമെന്ന ട്രംപിന്റെ ഭീഷണിയും. ഇതേസമയം നമ്മുടെ അയൽരാജ്യമായ പാകിസ്ഥാനിൽ TTP ഭീകരർ സൈന്യത്തിന്റെ വഴിയടച്ച് പാലങ്ങൾ ഒന്നൊന്നായി തകർത്ത് പുതിയൊരു യുദ്ധത്തിന് തിരികൊളുത്തിയിരിക്കുകയാണ്. അമേരിക്കയുടെ മാസ്റ്റർ പ്ലാനുകൾ മുതൽ സ്പെയിനിനെ നടുക്കിയ അപകടവും പാകിസ്ഥാനിലെ പുതിയ പ്രതിസന്ധിയും ഒക്കെ പരിശോധിക്കാം. വെൽക്കം ടു ലോക. ലോകം ഇപ്പോൾ ഉറ്റുനോക്കുന്നത് ആർട്ടിക് സമുദ്രത്തിലെ മഞ്ഞുപാളികൾ നിറഞ്ഞ ഒരു ദ്വീപിലേക്കാണ്, ഗ്രീൻലൻഡിലേക്കാണ്. പക്ഷേ അവിടെ ഇപ്പോൾ നടക്കുന്നത് മഞ്ഞിനേക്കാൾ തണുപ്പുള്ള ഒരു വൻ ശക്തിപോരാണ്. ഗ്രീൻലാൻഡ് ഇസ് നോട്ട് ഫോർ സെയിൽ എന്ന് ഡെൻമാർക്കും യൂറോപ്പും ആവർത്തിച്ച് പറയുമ്പോഴും എങ്ങനെയെങ്കിലും ആ മണ്ണ് സ്വന്തമാക്കാൻ ഉറച്ചു നിൽക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. വെറും വാക്കിൽ ഒതുങ്ങുന്നില്ല കാര്യങ്ങൾ. ജനുവരി 17 ട്രംപ് പുറപ്പെടുവിച്ച താരിഫ് ത്രെറ്റ് ലോക വിപണിയെ തന്നെ പിടിച്ചുലച്ചിരിക്കുകയാണ്. ഗ്രീൻലൻഡിനെ ചൊല്ലി അമേരിക്കയും യൂറോപ്പും തമ്മിൽ ഒരു തണുപ്പൻ യുദ്ധം തുടങ്ങിയിട്ട് കുറച്ചായി. ഗ്രീൻലൻഡിനെ വാങ്ങാനുള്ള ട്രംപിന്റെ മോഹം ഒരു വശത്ത്, അത് വിൽക്കില്ലെന്ന ഡെൻമാർക്കിന്റെ കടുംപിടുത്തം മറുവശത്ത്. ഇതിനിടയിൽ യൂറോപ്പിലെ 8 രാജ്യങ്ങൾക്ക് 10% അധിക തീരുവ ഏർപ്പെടുത്തുമെന്ന ട്രംപിന്റെ ഭീഷണി കാര്യങ്ങൾ കൂടുതൽ വഷളാക്കിയിരിക്കുകയാണ്. ഏതായാലും ഉയരുന്ന ചോദ്യങ്ങൾ ഇതൊക്കെയാണ്. ഒന്നാമതായി, ട്രംപിന്റെ ഈ കടുത്ത നീക്കത്തിന് യൂറോപ്പ് നൽകിയ മറുപടി എന്താണ്? 2, നമ്മളൊരു ഗ്ലോബൽ ട്രേഡ് വാറിലേക്ക് നീങ്ങുകയാണോ? 3, എന്താണ് ഈ പ്രശ്നത്തിനൊക്കെ പിന്നിൽ? ഇനി അതുപോലെ 4ാമത്തെ ചോദ്യം, യൂറോപ്പ് എങ്ങനെ ഇതിനെ നേരിടും? നമുക്ക് പരിശോധിക്കാം. ഡെൻമാർക്കിന്റെ ഭാഗമായ ഗ്രീൻലൻഡിനെ അമേരിക്കയ്ക്ക് വിൽക്കാൻ ട്രംപ് ഡെൻമാർക്കിനോട് ആവശ്യപ്പെട്ടത് വലിയ വാർത്തയായിരുന്നു. തന്ത്രപരമായ പ്രാധാന്യമുള്ള ആർട്ടിക് മേഖലയിലെ അമേരിക്കയുടെ സ്വാധീനം വർദ്ധിപ്പിക്കുക എന്നതാണ് ട്രംപിന്റെ ലക്ഷ്യമെന്ന് വ്യക്തവുമാണ്. ഗ്രീൻലാൻഡിൽ ധാരാളം പ്രകൃതി വിഭവങ്ങൾ ഉണ്ടെന്നതും അതുപോലെ അവിടെയുള്ള ധാതു സമ്പത്തും ട്രംപിന്റെ കണ്ണിലുടക്കിയിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപായ ഗ്രീൻലൻഡ് അമേരിക്കയുടെ ഭാഗമായാൽ അത് അമേരിക്കയുടെ സൈനിക തന്ത്രങ്ങൾക്കും ഒരു മുതൽക്കൂട്ടാകും. പക്ഷെ ഡെൻമാർക്ക് ഈ നിർദ്ദേശം തള്ളിക്കളഞ്ഞു അപ്പാടെ. ഒരു രാജ്യത്തിന്റെ ഭാഗമായ പ്രദേശത്തെ വിൽക്കുന്നത് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമാണെന്ന് ഡെൻമാർക്ക് പ്രധാനമന്ത്രി മെറ്റെ ഫ്രെഡറിക്സൺ പറഞ്ഞു. ഇതോടെ ട്രംപിന് ദേഷ്യം വന്നു. ഡെൻമാർക്കിലേക്കുള്ള തന്റെ സന്ദർശനം റദ്ദാക്കുകയും ചെയ്തു. ഇപ്പോൾ ഡെൻമാർക്ക് ഉൾപ്പെടെയുള്ള 8 യൂറോപ്യൻ രാജ്യങ്ങൾക്ക് 10% അധിക തീരുവ ചുമത്തുമെന്നാണ് ട്രംപിന്റെ പുതിയ ഭീഷണി. ജർമ്മനി, ഫ്രാൻസ്, സ്പെയിൻ, UK, ഇറ്റലി, നെതർലൻഡ്സ്, അയർലൻഡ്, ഡെൻമാർക്ക് എന്നീ രാജ്യങ്ങളെയാണ് ഇത് ബാധിക്കുക. പ്രധാനമായും ഈ രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന കാർഷിക ഉൽപ്പന്നങ്ങൾക്കും ചില വ്യവസായ ഉൽപ്പന്നങ്ങൾക്കുമായിരിക്കും ഈ തീരുവ ബാധകം. ഈ നീക്കം യൂറോപ്യൻ യൂണിയനെ പ്രകോപിപ്പിച്ചിട്ടുണ്ട്. യൂറോപ്യൻ യൂണിയൻ ഈ നീക്കത്തെ രൂക്ഷമായി തന്നെ വിമർശിക്കുകയും ചെയ്തു. ഈ ഭീഷണിക്ക് മുന്നിൽ മുട്ടുമടക്കാൻ യൂറോപ്പ് തയ്യാറല്ല. ഇത് തികച്ചും അന്യായമായ ഒരു നീക്കമാണ്. ഗ്രീൻലൻഡ് ഡെൻമാർക്കിന്റെ ഭാഗമാണ്, അത് വിൽക്കാൻ കഴിയില്ലെന്ന് ഞങ്ങൾ വ്യക്തമാക്കിയതാണ്, യൂറോപ്യൻ യൂണിയൻ വക്താവ് പറഞ്ഞിരുന്നു. ഇത് ലോക വ്യാപാര സംഘടനയുടെ നിയമങ്ങളെ ലംഘിക്കുന്നതാണ് എന്നും വ്യാപാര യുദ്ധത്തിന് വഴിവെക്കുമെന്നും യൂറോപ്യൻ യൂണിയൻ നേതാക്കൾ പറയുന്നു. യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോൺ ഡർ ലെയൻ വളരെ വ്യക്തമായി പറഞ്ഞത് ഇങ്ങനെയാണ്: ഇതൊരു അപകടകരമായ നീക്കമാണ്. ഇത് ട്രാൻസ് അറ്റ്ലാന്റിക് ബന്ധങ്ങളെ തകർക്കും. യൂറോപ്പ് ഒരു വ്യാപാര യുദ്ധത്തിന് തയ്യാറല്ല എന്നും പക്ഷെ ആവശ്യമെങ്കിൽ പ്രതിരോധിക്കുമെന്നും അവർ കൂട്ടിച്ചേർത്തു. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ഇതിനെ അൺഅക്സെപ്റ്റബിൾ ബ്ലാക്ക്മെയിൽ എന്നാണ് വിശേഷിപ്പിച്ചത്. ഡെൻമാർക്കിന്റെ പരമാധികാരത്തിന്മേലുള്ള കടന്നുകയറ്റമാണിതെന്ന് യൂറോപ്യൻ രാജ്യങ്ങൾ ഒന്നടങ്കം വിശ്വസിക്കുന്നു. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കിയർ സ്റ്റാമറും ട്രംപിന്റെ നിലപാടിനെ കടുത്ത ഭാഷയിൽ തന്നെ വിമർശിച്ചു കഴിഞ്ഞു. ജർമ്മനിയും ഫ്രാൻസും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അമേരിക്കയുമായി ചർച്ചകൾക്ക് തയ്യാറാണ് എന്ന് അറിയിച്ചിട്ടുണ്ടെങ്കിലും ട്രംപ് ഇതുവരെ അനുകൂലമായി പ്രതികരിച്ചിട്ടില്ല. ഇനി യൂറോപ്പിന്റെ പ്രതികരണമാണ്. ട്രംപിന്റെ ഭീഷണിക്ക് മറുപടിയായി യൂറോപ്പ് കൗണ്ടർ താരിഫുകൾ ഏർപ്പെടുത്താൻ സാധ്യതയുണ്ട് എന്നാണ് സൂചന. അതായത് യൂറോപ്പിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്കും യൂറോപ്പ് അധിക തീരുവ ചുമത്തും. ഇതൊരു പൂർണ്ണമായ വ്യാപാര യുദ്ധത്തിലേക്ക് നയിച്ചേക്കാം. ഈ വിഷയത്തിൽ ചർച്ചകളിലൂടെ ഒരു പരിഹാരം കണ്ടെത്താനാണ് യൂറോപ്പ് ശ്രമിക്കുന്നത്. ലോക വ്യാപാര സംഘടനയുടെ ഇടപെടൽ തേടാനും യൂറോപ്പ് ശ്രമിക്കുന്നുണ്ട്. ഈ വിഷയം യൂറോപ്യൻ യൂണിയന്റെ അടുത്ത മീറ്റിംഗിൽ പ്രധാന അജണ്ടയായി മാറുമെന്നും പ്രതീക്ഷിക്കുന്നു.
വാക്കുകൾ കൊണ്ട് മാത്രമല്ല പ്രവൃത്തി കൊണ്ടും യൂറോപ്പ് മറുപടി നൽകുന്നുണ്ട്. ഡെൻമാർക്കിന്റെ ആവശ്യപ്രകാരം ഫ്രാൻസ്, ജർമ്മനി, സ്വീഡൻ തുടങ്ങിയ രാജ്യങ്ങൾ ഗ്രീൻലാൻഡിലേക്ക് സൈന്യത്തെ അയച്ചിരിക്കുകയാണ്. ഓപ്പറേഷൻ ആർട്ടിക് എൻഡ്യൂറൻസ് എന്നാണ് ഈ ഒരു ലിമിറ്റഡ് ആർട്ടിക് മിഷന്റെ പേര്. അമേരിക്കയുടെ ഏത് തരത്തിലുള്ള അക്വിസിഷൻ ത്രെറ്റ്സിനെയും പ്രതിരോധിക്കാൻ അമേരിക്ക ഒഴികെയുള്ള നേറ്റോ സഖ്യകക്ഷികൾ ഒന്നിക്കുന്നുവെന്ന വലിയ സന്ദേശമാണ് ഇത് നൽകുന്നത്. അപ്പോൾ ഇനി എന്ത് സംഭവിക്കും എന്നുള്ളതാണ് ചോദ്യം. ഈ ഒരു പ്രതിസന്ധി യൂറോപ്പിനും അമേരിക്കയ്ക്കും ഒരുപോലെ ദോഷകരമാണ്. ഒരു വ്യാപാര യുദ്ധം ഇരു രാജ്യങ്ങളുടെയും സാമ്പത്തിക വളർച്ചയെ പ്രതികൂലമായി ബാധിക്കും. ഇതൊരു ചെറിയ പ്രശ്നമല്ല എന്ന് ചുരുക്കം. ഒരു വശത്ത് ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായ അമേരിക്ക, മറുവശത്ത് ശക്തമായ യൂറോപ്യൻ യൂണിയൻ. ഈ ഒരു ട്രേഡ് വാർ ആരംഭിച്ചാൽ ഗ്ലോബൽ മാർക്കറ്റിൽ വൻ ഇടിവുണ്ടാകും. ഓഹരി വിപണികൾ ഇതിനോടകം തന്നെ ഇടിയാൻ തുടങ്ങിയിട്ടുമുണ്ട്. ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിക്കാനും ജോലികൾ നഷ്ടപ്പെടാനും സാധ്യതയുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ട്രംപിന്റെ ഈ നീക്കം അദ്ദേഹത്തിന് എത്രത്തോളം ഗുണം ചെയ്യുമെന്നും കണ്ടറിയണം. യൂറോപ്പും അമേരിക്കയും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളാകാനുള്ള സാധ്യതയും ഇത് വർദ്ധിപ്പിക്കുകയാണ്. ഒരു ഡിപ്ലോമാറ്റിക് സൊല്യൂഷൻ അല്ലെങ്കിൽ ചർച്ചകളിലൂടെ പ്രശ്നം പരിഹരിക്കാനാണ് ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയെ പോലുള്ളവർ ശ്രമിക്കുന്നത്. എന്നാൽ ട്രംപ് തന്റെ നിലപാടിൽ ഉറച്ചു നിന്നാൽ ലോകം സമീപകാലത്ത് കണ്ട ഏറ്റവും വലിയ സാമ്പത്തിക യുദ്ധത്തിന് നമ്മൾ സാക്ഷ്യം വഹിക്കേണ്ടി വരും. അപ്പോൾ ഗ്രീൻലാൻഡ് എന്ന മഞ്ഞുദ്വീപിന് വേണ്ടി ലോകം രണ്ട് തട്ടിലായി കഴിഞ്ഞു. ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണികൾക്ക് മുന്നിൽ യൂറോപ്പ് തോറ്റുകൊടുക്കുമോ, അതോ അമേരിക്കയ്ക്ക് തങ്ങളുടെ നിലപാടുകൾ മാറ്റേണ്ടി വരുമോ? വരും ദിവസങ്ങളിൽ നമുക്ക് കണ്ടറിയാം. സ്വിറ്റ്സർലാൻഡിലെ മഞ്ഞുമൂടിയ ദാവോസിൽ വേൾഡ് എക്കണോമിക് ഫോറത്തിന് ഇന്ന് തുടക്കമാകുമ്പോൾ ലോകം ഉറ്റുനോക്കുന്നത് ആ ഒരൊറ്റ മനുഷ്യനിലേക്കാണ്, ഡൊണാൾഡ് ട്രംപ്. ട്രംപിന്റെ രണ്ടാം വരവ് ലോകക്രമത്തെ എങ്ങനെ മാറ്റിമറിക്കുന്നു, ഇത് മാത്രമാണ് ലോകം ഇപ്പോൾ അന്വേഷിക്കുന്നതും തിരയുന്നതുമൊക്കെ. ലോകത്തിലെ ഏറ്റവും സ്വാധീനമുള്ള വ്യക്തികൾ, ശതകോടീശ്വരന്മാർ, ഭരണാധികാരികൾ എല്ലാവരും ഇന്ന് സ്വിറ്റ്സർലാൻഡിലെ ദാവോസിലാണ്. വേൾഡ് എക്കണോമിക് ഫോറം 2026 ഇന്ന് ഔദ്യോഗികമായി തുടക്കമാവുകയാണ്. പക്ഷേ ഇത്തവണത്തെ ദാവോസ് പഴയതുപോലെയല്ല. അന്തരീക്ഷത്തിൽ മഞ്ഞിനേക്കാൾ തണുപ്പുള്ള ഒരുതരം പേടിയുണ്ട്. അതിന് കാരണം മറ്റാരുമല്ല, അമേരിക്കൻ പ്രസിഡന്റ് സാക്ഷാൽ ഡൊണാൾഡ് ട്രംപ് തന്നെയാണ്. ട്രംപ് തന്റെ രണ്ടാം ഊഴത്തിൽ ലോകക്രമത്തെ തനിക്ക് ഇഷ്ടമുള്ള രീതിയിൽ പൊളിച്ചെഴുതുകയാണ്. സൈനിക നീക്കങ്ങൾ, കടുത്ത വ്യാപാര നിരോധനങ്ങൾ അതായത് താരിഫുകൾ, പിന്നെ രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾ. ലോകത്തെ തന്റെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റിവരയ്ക്കുന്ന ട്രംപിന്റെ ഈ ബോൾഡ് അപ്രോച്ച് ഒരു പുതിയ ലോക യുദ്ധത്തിന് വഴിവെക്കുമോ? പഴയ സൗഹൃദങ്ങൾ ഉപേക്ഷിച്ചും പുതിയ ശത്രുക്കളെ സൃഷ്ടിച്ചും ട്രംപ് നടത്തുന്ന ഈ ഒരു പടയോട്ടം ആഗോള സാമ്പത്തിക വ്യവസ്ഥയെ തകർക്കുമോ? ദാവോസിൽ ഇന്ന് ലോക നേതാക്കൾക്കിടയിൽ നടക്കാൻ പോകുന്ന ആ നിർണായക നീക്കങ്ങൾ എന്തൊക്കെയാണ് പരിശോധിക്കാം. ഈ വർഷത്തെ ദാവോസ് ഉച്ചകോടിയുടെ തീം എ സ്പിരിറ്റ് ഓഫ് ഡയലോഗ് എന്നാണ്, അതായത് ചർച്ചകളിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക. പക്ഷേ ട്രംപിന്റെ ഡിക്ഷണറിയിൽ ഡയലോഗ് എന്ന വാക്കിന് പകരം ഡീൽ എന്ന വാക്കാണുള്ളത്. അമേരിക്കയുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി അദ്ദേഹം ആരെയും വെല്ലുവിളിക്കാൻ തയ്യാറാണ്. ഏറ്റവും ഒടുവിലായി ഗ്രീൻലാൻഡ് വിഷയത്തിൽ ഡെൻമാർക്കിനും മറ്റ് 7 യൂറോപ്യൻ രാജ്യങ്ങൾക്കും നേരെ അദ്ദേഹം ഉയർത്തിയ 10% മുതൽ 25% വരെയുള്ള താരിഫ് ഭീഷണി ദാവോസിലെ പ്രധാന ചർച്ചാ വിഷയമാകും. വെനസ്വേലയിൽ നടത്തിയ സൈനിക ഇടപെടലും ഇറാനെതിരെയുള്ള കടുത്ത നിലപാടുകളും ട്രംപിന്റെ കരുത്ത് പ്രകടിപ്പിക്കാനാണോ അതോ ലോകത്തെ ഒരു അരാജകത്വത്തിലേക്ക് നയിക്കാനാണോ എന്നാണ് ഭൂരിഭാഗം നേതാക്കളും ചോദിക്കുന്നത്. ട്രംപിന്റെ ഈ ഒരു പോക്കിനെ തടയാൻ യൂറോപ്പ് ഒന്നിച്ചു നിൽക്കുകയാണ്. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ, ജർമ്മൻ ചാൻസലർ ഫ്രീഡറിക് മേഴ്സ് എന്നിവർ ട്രംപിന്റെ ഈ ഒരു ഏകപക്ഷീയമായ നീക്കങ്ങൾക്കെതിരെ സംസാരിക്കാൻ തയ്യാറെടുത്തു കഴിഞ്ഞു. നിയമങ്ങൾ അനുസരിച്ചുള്ള ഒരു ലോകക്രമം അത് തകരുന്നതിൽ UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസും ആശങ്ക രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതേസമയം ട്രംപ് വരുന്നത് വലിയൊരു ടീമുമായിട്ടാണ്. അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ, ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ് തുടങ്ങിയ പ്രമുഖർ ട്രംപിനൊപ്പമുണ്ട്. ലോകത്തെ ഏറ്റവും വലിയ ഡെലിഗേഷനാണ് ഇത്തവണ അമേരിക്കയുടേത്. അമേരിക്കൻ കരുത്തിന് മുന്നിൽ എല്ലാവരും വഴങ്ങണമെന്ന സന്ദേശമാണ് ട്രംപ് നൽകുന്നത് എന്ന് തോന്നുന്നു. ഇന്ത്യയിൽ നിന്നും വലിയൊരു സംഘം ദാവോസിലുണ്ട്. പ്രത്യേകിച്ച് കേരളം ഇത്തവണ വലിയ പ്രാധാന്യമാണ് ദാവോസിന് നൽകുന്നത്. വ്യവസായ മന്ത്രി പി രാജീവിന്റെ നേതൃത്വത്തിലുള്ള സംഘം അവിടെ എത്തിക്കഴിഞ്ഞു. ഏകദേശം 10 കോടി രൂപയാണ് കേരളം ഈ ഉച്ചകോടിക്കായി ചിലവാക്കുന്നത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഡീപ് ടെക് തുടങ്ങിയ മേഖലകളിൽ നിക്ഷേപം കൊണ്ടുവരികയാണ് കേരളത്തിന്റെ ലക്ഷ്യം. ഇൻവെസ്റ്റ് ഇൻ കേരള പവലിയൻ വഴി ലോകത്തിലെ വമ്പൻ കമ്പനികളെ സംസ്ഥാനത്തേക്ക് ആകർഷിക്കാൻ ഈ സമ്മേളനം വഴി സാധിക്കുമെന്നാണ് പ്രതീക്ഷ. ചുരുക്കത്തിൽ പഴയ ലോകക്രമം അവസാനിക്കുകയും ട്രംപിന്റെ പുതിയ അമേരിക്ക ഫസ്റ്റ് നിയമങ്ങൾ തുടങ്ങുകയും ചെയ്യുന്ന ഒരു സന്ധ്യാസമയത്താണ് ദാവോസ് ഉച്ചകോടി നടക്കുന്നത്. ഇത്തവണത്തെ ദാവോസ് വെറും ഒരു സാമ്പത്തിക ചർച്ചയല്ല, അതൊരു പവർ സ്ട്രഗിളാണ്. ചർച്ചകളിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന കാലം കഴിഞ്ഞ് ഇപ്പോൾ ഭീഷണികളും താരിഫുകളും വഴി കാര്യങ്ങൾ നേടിയെടുക്കുന്ന ഒരു ശൈലിയുമാണ് നമ്മൾ കാണുന്നത്. ദാവോസിലെ ഈ 5 ദിവസങ്ങൾ വെറും സംസാരത്തിൽ ഒതുങ്ങുമോ അതോ ലോകത്തെ ഒരു സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് നയിക്കുന്ന തീരുമാനങ്ങൾ അവിടെ ഉണ്ടാകുമോ?
ട്രംപിന്റെ വന്യമായ വേഗതയ്ക്ക് മുന്നിൽ ലോകം എങ്ങനെ പിടിച്ചു നിൽക്കും എന്നതാണ് അടുത്ത ചോദ്യം. ഒരു വശത്ത് വരാനിരിക്കുന്ന വമ്പൻ ട്രേഡ് വാർ ആണ്, മറുവശത്ത് ആഗോള സുരക്ഷാ ഭീഷണികൾ. ഇതിനിടയിൽ സമാധാനത്തിന് എത്രത്തോളം സ്ഥാനമുണ്ടാകുമെന്നത് കണ്ടറിയണം. അപ്പോൾ ദാവോസ് ഉച്ചകോടി വെറും തുടക്കം മാത്രമാണ്. ട്രംപിന്റെ നീക്കങ്ങൾ ലോകത്തെ എവിടെ എത്തിക്കുമെന്ന് വരും ദിവസങ്ങളിൽ നമുക്ക് വ്യക്തമാകും. ലോകം ഇന്നുണർന്നത് യൂറോപ്പിൽ നിന്നുള്ള അതീവ ദാരുണമായ ഒരു വാർത്ത കേട്ടുകൊണ്ടാണ്. ആധുനിക റെയിൽവേ സുരക്ഷാ സംവിധാനങ്ങൾ ലോകത്തിന് മാതൃകയായി കാണിച്ചു കൊടുക്കാറുള്ള സ്പെയിനിൽ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടൊരു വൻ ദുരന്തം സംഭവിച്ചിരിക്കുന്നു. സ്പെയിനിലെ കോർദോബ പ്രവിശ്യയിലെ അദമസിൽ 2 ഹൈ സ്പീഡ് പാസഞ്ചർ ട്രെയിനുകൾ തമ്മിൽ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ മരണം 39 ഉയർന്നിരിക്കുകയാണ്. 245-ലധികം പേർക്ക് പരിക്കേറ്റു. ഇതിൽ പലരുടെയും നില അതീവ ഗുരുതരമാണ്. 2013 സാന്റിയാഗോ ദുരന്തത്തിന് ശേഷം സ്പെയിൻ കണ്ട ഏറ്റവും വലിയ റെയിൽവേ ദുരന്തമാണിത്. അത്യാധുനിക സംവിധാനങ്ങളുള്ള 2 ട്രെയിനുകൾ എങ്ങനെയാണ് ഒരു സ്ട്രെയിറ്റ് ട്രാക്കിൽ കൂട്ടിയിടിച്ചത്? ഇത് കേവലം ഒരു സാങ്കേതിക പിഴവാണോ അതോ മറ്റെന്തെങ്കിലും ദുരൂഹതയുണ്ടോ? ഈ വാർത്തയുടെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് നോക്കാം. ഞായറാഴ്ച രാത്രി 7:45 അപകടം നടന്നത്. മലാഗയിൽ നിന്ന് മെഡ്രിഡിലേക്ക് വരികയായിരുന്ന ഐറോ എന്ന സ്വകാര്യ കമ്പനിയുടെ ഹൈസ്പീഡ് ട്രെയിൻ അദാമസ് സ്റ്റേഷന് തൊട്ടടുത്ത് വെച്ച് പാളം തെറ്റുകയായിരുന്നു. ഏകദേശം 317 യാത്രക്കാരാണ് ഈ ട്രെയിനിലുണ്ടായിരുന്നത്. ഒരു റെയിൽവേ സ്വിച്ചിംഗ് പോയിന്റിലൂടെ കടന്നു പോകുമ്പോൾ നിയന്ത്രണം വിട്ട ട്രെയിൻ തൊട്ടടുത്ത ട്രാക്കിലേക്ക് ഇടിച്ചു കയറി. നിർഭാഗ്യവശാൽ ആ സമയം തന്നെ എതിർദിശയിൽ മെഡ്രിഡിൽ നിന്ന് ഹുൽവയിലേക്ക് പോവുകയായിരുന്ന റെൻഫെ എന്ന ഗവൺമെന്റ് ട്രെയിൻ ആ പാതയിലൂടെ വരികയായിരുന്നു. സെക്കൻഡുകൾക്കുള്ളിൽ 2 ഭീമൻ യന്ത്രങ്ങൾ തമ്മിൽ കൂട്ടിയിടിച്ചു. മണിക്കൂറിൽ ഏകദേശം 200 കിലോമീറ്ററിലധികം വേഗതയിലായിരുന്നു 2 ട്രെയിനുകളും. ആഘാതത്തിന്റെ ശക്തിയിൽ റെൻഫെ ട്രെയിനിന്റെ ആദ്യ 2 ബോഗികൾ 4 മീറ്ററോളം താഴ്ചയിലേക്ക് മറിഞ്ഞു. മരിച്ചവരിൽ ഭൂരിഭാഗവും ഈ ബോഗികളിൽ ഉണ്ടായിരുന്നവരാണ്. അപകട സമയത്ത് 2 ട്രെയിനുകളിലുമായി 400-ലധികം യാത്രക്കാരുണ്ടായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. സ്പെയിൻ ട്രാൻസ്പോർട്ട് മിനിസ്റ്റർ ഓസ്കർ പ്യൂൻറ്റെ നൽകുന്ന വിവരമനുസരിച്ച് ഇതുവരെ 39 പേരുടെ മരണം സ്ഥിരീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. യാത്രക്കാർ ഈ ഒരു അനുഭവത്തെ വിശേഷിപ്പിച്ചത് ഒരു ഭീകരമായ ഭൂകമ്പം പോലെ ആയിരുന്നു എന്നാണ്. ഇടി നടന്ന ഉടൻ തന്നെ ട്രെയിനിനുള്ളിൽ നിന്ന് പുകയും നിലവിളിയും ഉയർന്നു. ഇരുട്ടിൽ ബോഗികൾക്കുള്ളിൽ കുടുങ്ങിയവർ എമർജൻസി ഹാമറുകൾ കൊണ്ട് ജനാലകൾ തകർത്താണ് പുറത്തിറങ്ങിയത്. രക്ഷാപ്രവർത്തനത്തിനായി സ്പെയിൻ ഗവൺമെന്റ് തങ്ങളുടെ മിലിറ്ററി എമർജൻസീസ് യൂണിറ്റിനെ തന്നെ രംഗത്തിറക്കി. 40-ലധികം സൈനികരും 15ഓളം സൈനിക വാഹനങ്ങളും രാത്രി മുഴുവൻ രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളികളായി. പരിക്കേറ്റ 245 പേരിൽ 75 പേരെ വിവിധ ആശുപത്രികളിലേക്ക് മാറ്റി. ഇതിൽ 15 പേരുടെ നില വളരെ ക്രിട്ടിക്കൽ ആണെന്നാണ് മെഡിക്കൽ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. രക്ഷാപ്രവർത്തനം അത്യന്തം ദുഷ്കരമായിരുന്നു. തകർന്ന ബോഗികൾക്കിടയിൽ പെട്ടുപോയവരെ പുറത്തെടുക്കാൻ മിലിറ്ററി എമർജൻസീസ് യൂണിറ്റിനെ തന്നെ രംഗത്തിറക്കേണ്ടി വന്നു എന്ന് പറഞ്ഞിരുന്നല്ലോ. ജനലുകൾ തകർത്ത് പുറത്തെത്തിയ പല യാത്രക്കാരും പറഞ്ഞത് ഭൂകമ്പം ഉണ്ടായതുപോലെയുള്ള അനുഭവമായിരുന്നു എന്നാണ്. പലർക്കും ബാഗുകൾ തലയിൽ വീണും ബോഗികൾക്കുള്ളിലെ മെറ്റൽ ഭാഗങ്ങൾ തട്ടിയും ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. അത്യാധുനികമായ സുരക്ഷാ സംവിധാനങ്ങളുള്ള കേവലം 4 വർഷം മാത്രം പഴക്കമുള്ള ട്രെയിനുകൾ എങ്ങനെ പാളം തെറ്റിയെന്നത് അതീവ വിചിത്രമാണ് എന്നാണ് ട്രാൻസ്പോർട്ട് മിനിസ്റ്റർ ഓസ്കർ വിശേഷിപ്പിച്ചത്. അതിനും ചില കാരണങ്ങളുണ്ട്. ഒന്നാമതായി, ഈ അപകടം നടന്നത് തികച്ചും സ്ട്രെയിറ്റ് ആയ ഒരു ട്രാക്കിലാണ്. രണ്ടാമതായി, 2025 മെയ് മാസത്തിൽ മാത്രം 700 മില്യൺ യൂറോ ചിലവഴിച്ച് നവീകരിച്ച ട്രാക്കാണിത്. അത്യാധുനികമായ യൂറോപ്യൻ ട്രെയിൻ കൺട്രോൾ സിസ്റ്റം നിലവിലുള്ള ഈ പാതയിൽ ഇത്തരം ഒരു പാളം തെറ്റൽ എങ്ങനെ സംഭവിച്ചു എന്നത് ദുരൂഹമാണ്. മരിച്ചവരിൽ മാഡ്രിഡ് ഹുൽവ ട്രെയിനിലെ ഡ്രൈവറും ഉൾപ്പെടുന്നു എന്നത് അന്വേഷണത്തിന് വെല്ലുവിളിയാകുന്നുണ്ട്. അട്ടിമറിയുടെ സാധ്യതകൾ അന്വേഷണ ഉദ്യോഗസ്ഥർ തള്ളിക്കളയുന്നില്ല. ബ്ലാക്ക് ബോക്സ് പരിശോധിച്ചാൽ മാത്രമേ യഥാർത്ഥ കാരണം വ്യക്തമാകൂ. അപകടത്തെ തുടർന്ന് മാഡ്രിഡിനും തെക്കൻ സ്പെയിനിലെ പ്രധാന നഗരങ്ങൾക്കുമിടയിലുള്ള ട്രെയിൻ സർവീസുകൾ താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ്. സ്പെയിൻ പ്രധാനമന്ത്രി പെഡ്രോ സാഞ്ചസ് സംഭവസ്ഥലം സന്ദർശിച്ചിട്ടുണ്ട്. രാജ്യത്തെ നടുക്കിയ ഈ സംഭവത്തിൽ സ്പെയിൻ രാജകുടുംബവും അനുശോചനം രേഖപ്പെടുത്തി. സാങ്കേതിക വിദ്യകൾ ഇത്രയേറെ വികസിച്ചിട്ടും ഒരു നിമിഷത്തെ പിഴവ് ഇത്രയും വലിയൊരു ദുരന്തത്തിന് കാരണമായത് തീർച്ചയായും വേദനാജനകമാണ്. ട്രാക്കിലെ സ്വിച്ചിംഗ് പോയിന്റിലെ പിഴവാണോ അതോ മറ്റെന്തെങ്കിലും ബാഹ്യമായ ഇടപെടലാണോ ഇതിന് പിന്നിലെന്ന് വരും ദിവസങ്ങളിൽ നമുക്ക് അറിയാൻ സാധിക്കും. ആധുനിക സാങ്കേതിക വിദ്യകൾ ഇത്രയും വികസിച്ചിട്ടും ഇത്തരം വലിയ ദുരന്തങ്ങൾ സംഭവിക്കുന്നത് ലോക റെയിൽവേ സുരക്ഷാ മാനദണ്ഡങ്ങളെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒന്നാണ്. സ്പെയിനിലെ ഈ ദുരന്തം ഒരു പുതിയ ചർച്ചയ്ക്ക് വഴിമാറുകയാണ്. ടെക്നോളജി എത്ര വലുതായാലും മനുഷ്യജീവൻ അപകടത്തിലാക്കുന്നത് വേദനാജനകമാണ്. യുദ്ധവും രക്തച്ചൊരിച്ചിലും മാത്രം കണ്ട് ശീലിച്ച് ഗാസയുടെ മണ്ണിലേക്ക് സമാധാനം കൊണ്ടുവരാൻ ഇനി അമേരിക്കയും ഇന്ത്യയും കൈകോർക്കുമോ?
ലോകം കണ്ട ഏറ്റവും വലിയ റിയൽ എസ്റ്റേറ്റ് ഡീൽ എന്ന് ട്രംപ് വിശേഷിപ്പിക്കുന്ന ഗാസയുടെ പുനർനിർമ്മാണം ഒരു പുതിയ ഗ്ലോബൽ ബോർഡിന് കീഴിലേക്ക് മാറുകയാണ്. ലോക രാഷ്ട്രീയത്തെ മുൾമുനയിൽ നിർത്തിയ ഗാസയിലെ യുദ്ധത്തിന് ശേഷം അവിടുത്തെ ഭാവി ആര് നിശ്ചയിക്കും? ഇതിന് ഉത്തരവുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിക്കഴിഞ്ഞു. ഗാസയുടെ പുനർനിർമ്മാണത്തിനും ഭരണത്തിനുമായി ട്രംപ് രൂപീകരിച്ചിരിക്കുന്ന ബോർഡ് ഓഫ് പീസ്. ഈ പുതിയ ആഗോള സംഘടനയിലേക്ക് ഇന്ത്യക്ക് ഔദ്യോഗിക ക്ഷണം ലഭിച്ചിരിക്കുകയാണ്. ബോർഡ് ഓഫ് പീസ് ഐക്യരാഷ്ട്രസഭയെ പോലും സൈഡ് ലൈൻ ചെയ്തുകൊണ്ട് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച ഈ പവർഫുൾ സമിതിയിലേക്ക് ഭാരതത്തിന് ക്ഷണം ലഭിച്ചിരിക്കുന്നു. ഈ ബോർഡ് ഓഫ് പീസിലേക്ക് ഇന്ത്യക്ക് ലഭിച്ച ക്ഷണം അതൊരു ചെറിയ സംഭവമല്ല. UN അംബാസിഡർ സെർജിയോ ഗോർ വഴിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കുള്ള ഈ ചരിത്രപരമായ ക്ഷണം കൈമാറിയിരിക്കുന്നത്. ലോകം മുഴുവൻ അമ്പരപ്പോടെ നോക്കുന്ന ട്രംപിന്റെ ഈ ഒരു 20-point പീസ് പ്ലാൻ എന്താണ്? ഇന്ത്യയുടെ പങ്കാളിത്തം ഗസയിൽ എന്ത് മാറ്റമുണ്ടാക്കും? ഗസയെ സമാധാനത്തിലേക്ക് നയിക്കാനാണോ അതോ വൻകിട ബിസിനസ് സാമ്രാജ്യങ്ങൾ കെട്ടിപ്പടുക്കാനാണോ ട്രംപ് ഇന്ത്യയെ ക്ഷണിക്കുന്നത്? ലോകത്തെ ഞെട്ടിച്ച ട്രംപിന്റെ 20-point പീസ് പ്ലാനും അതിൽ ഇന്ത്യയുടെ പങ്കും പരിശോധിക്കാം. ട്രംപിന്റെ തന്നെ ഭാഷയിൽ പറഞ്ഞാൽ ദ മോസ്റ്റ് ഇംപ്രസീവ് ആൻഡ് കോൺസിക്വൻഷ്യൽ ബോർഡ് എവർ അസംബിൾഡ്, അതായത് ചരിത്രത്തിൽ ഇന്നുവരെ രൂപീകരിക്കപ്പെട്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും സ്വാധീന ശക്തിയുള്ളതും നിർണായകവുമായ ഒരു സമിതിയാണിത്. വെറുമൊരു സമാധാന ചർച്ചാ വേദിയല്ല ട്രംപ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്, മറിച്ച് യുദ്ധാനന്തര ഗാസയുടെ ഭരണ സംവിധാനം, സാമ്പത്തിക നിക്ഷേപം, പുനർനിർമ്മാണം എന്നിവയെ പൂർണ്ണമായും നിയന്ത്രിക്കുന്ന ഒരു അധികാര കേന്ദ്രമായി ഈ ബോർഡ് പ്രവർത്തിക്കും. ഗാസയുടെ ഭാവി ഇനി നിയന്ത്രിക്കപ്പെടുന്നത് അമേരിക്ക തയ്യാറാക്കിയ ഒരു 3-layer സിസ്റ്റത്തിലൂടെയാണ്. ഇതിന്റെ അധികാരം എങ്ങനെയൊക്കെയാണ് എന്നൊന്ന് പരിശോധിക്കാം. ഏറ്റവും മുകളിൽ നിൽക്കുന്ന ഈ സമിതിയിലാണ് ഗാസയിലെ ഫണ്ടിങ്ങും തന്ത്രപ്രധാനമായ തീരുമാനങ്ങളും നിയന്ത്രിക്കുന്നത്. ഇതിന്റെ അധ്യക്ഷൻ ഡൊണാൾഡ് ട്രംപ് തന്നെയാണ്. ഇതിലെ അംഗങ്ങൾ എല്ലാവരും ഇസ്രായേൽ അനുകൂല നിലപാടുള്ളവരോ അല്ലെങ്കിൽ ട്രംപിന്റെ വിശ്വസ്തരോ ഒക്കെയാണ്. ഇതിൽ എക്സിക്യൂട്ടീവ് ബോർഡുണ്ട്. ഇതിൽ അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റുബിയോ, ട്രംപിന്റെ മരുമകൻ ജേറഡ് കുഷ്നർ, മുൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ടോണി ബ്ലെയർ, വേൾഡ് ബാങ്ക് പ്രസിഡന്റ് അജയ് ബംഗ എന്നിവർ അംഗങ്ങളായിരിക്കും. അടുത്തത് ഗാസ എക്സിക്യൂട്ടീവ് ബോർഡാണ്. രണ്ടാമത്തെ തട്ടിലുള്ള ഈ ബോർഡാണ് ഗാസയിലെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ നേരിട്ട് ഏകോപിപ്പിക്കുന്നത്. ഇതിൽ ഖത്തർ, ഈജിപ്ത്, തുർക്കി, UAE എന്നീ രാജ്യങ്ങളിലെ പ്രതിനിധികളും ഉൾപ്പെടുന്നുണ്ട്. ഗാസയിലെ അവശ്യ സേവനങ്ങൾ ജനങ്ങളിലേക്ക് എത്തുന്നുണ്ടെന്ന് ഉറപ്പാക്കുകയാണ് ഇവരുടെ ദൗത്യം. ഇനി NCAG, അതായത് നാഷണൽ കമ്മിറ്റി ഫോർ ദി അഡ്മിനിസ്ട്രേഷൻ ഓഫ് ഗാസ. ഗാസയിലെ സ്കൂളുകൾ, ആശുപത്രികൾ തുടങ്ങിയ സിവിൽ കാര്യങ്ങൾ നോക്കാൻ ഡോക്ടർ അലി ഷാത്തിന്റെ നേതൃത്വത്തിലുള്ള പലസ്തീൻ വിദഗ്ധരുടെ ഒരു സമിതി ഉണ്ടാകും. ഇവർ ഈ ബോർഡിന് കീഴിലാകും പ്രവർത്തിക്കുക. ആരോഗ്യം, കൃഷി, വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകൾ ഇവർ കൈകാര്യം ചെയ്യും. എന്നാൽ മേലെയുള്ള അമേരിക്കൻ ബോർഡിന്റെ അനുവാദമില്ലാതെ ഇവർക്ക് എത്രത്തോളം സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ കഴിയുമെന്നത് ഇപ്പോഴും വലിയൊരു ചോദ്യചിഹ്നമാണ്. പക്ഷേ ഇവിടെ ഇനിയൊരു കൗതുകരമായ ഒരു ട്വിസ്റ്റ് ഉണ്ട്. ഈ ബോർഡിൽ സ്ഥിര അംഗത്വം ലഭിക്കണമെങ്കിൽ ആദ്യ വർഷം തന്നെ $1 ബില്യൺ, ഏകദേശം 8300 കോടി രൂപ ക്യാഷ് ഫണ്ടായി നൽകണം എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അല്ലാത്ത പക്ഷം 3 വർഷത്തെ ടെമ്പററി, അതായത് താൽക്കാലികമായിട്ടുള്ള കാലാവധി മാത്രമായിരിക്കും ലഭിക്കുന്നത്. ഈ ഒരു തുക ഗാസയുടെ പുനർനിർമ്മാണത്തിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ഇന്ത്യയെ കൂടാതെ കാനഡ, ഈജിപ്ത്, തുർക്കി, അർജന്റീന, പാകിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളെയും ഇതിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ അവസരവും അതുപോലെ തന്നെ ഒരു വലിയ വെല്ലുവിളിയുമാണ്. 2-state സൊല്യൂഷൻ എന്ന ഇന്ത്യയുടെ പരമ്പരാഗത നിലപാടിനെ ട്രംപിന്റെ ഈ ഒരു പുതിയ നീക്കം എങ്ങനെ ബാധിക്കുമെന്നാണ് നയതന്ത്ര വിദഗ്ധർ ഉറ്റുനോക്കുന്നത്. ഗാസയുടെ പുനർനിർമ്മാണത്തിൽ ഇന്ത്യൻ കമ്പനികൾക്ക് വലിയ പങ്കുവഹിക്കാൻ സാധിക്കുമെന്ന് നേരത്തെ തന്നെ ഇസ്രായേൽ സൂചന നൽകിയിരുന്നതാണ്. IT, ഇൻഫ്രാസ്ട്രക്ചർ, വിദ്യാഭ്യാസം എന്നീ മേഖലകളിൽ ഇന്ത്യക്കുള്ള കരുത്ത് ട്രംപിനും അറിയാം. ഇതുകൂടാതെ ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യ ഇതിൽ അംഗമാകുന്നത് ട്രംപിന്റെ ഈ ഒരു ബോർഡിന് വലിയൊരു വിശ്വാസ്യത, അതും ആഗോളതലത്തിൽ ഒരു വിശ്വാസ്യത നൽകും. എന്നാൽ ഐക്യരാഷ്ട്രസഭയെ മറികടന്നുകൊണ്ട് ട്രംപ് സൃഷ്ടിക്കുന്ന ഈ സമാന്തര സംവിധാനം ചൈനയെയും റഷ്യയും ചൊടിപ്പിക്കാൻ സാധ്യതയുണ്ട്. ഇതിനിടയിൽ ഇന്ത്യ എങ്ങനെ ബാലൻസ് ചെയ്യുമെന്നുള്ളതാണ് പ്രധാനം. ഹമാസിനെ പൂർണ്ണമായും നിരായുധരാക്കി ഗാസയെ ഒരു ടെറർ ഫ്രീ സോൺ ആക്കി മാറ്റുക എന്നതാണ് ട്രംപിന്റെ ലക്ഷ്യം. ഇതിനായി ഒരു ഇന്റർനാഷണൽ സ്റ്റെബിലൈസേഷൻ ഫോഴ്സിനെ അവിടെ വിന്യസിക്കാനും പ്ലാനുണ്ട്. എന്നാൽ ഇതിൽ ഇന്ത്യൻ സൈന്യത്തെ അയക്കാൻ ഇന്ത്യ തയ്യാറായേക്കില്ല. പകരം പുനർനിർമ്മാണ കരാറുകളിലും സാമ്പത്തിക ഭരണത്തിലും ഇന്ത്യ ശ്രദ്ധ കേന്ദ്രീകരിച്ചേക്കാം. ഗാസയുടെ ഭാവി ഇനി ദവോസിലും വാഷിംഗ്ടണിലും ഇരുന്നാണ് എഴുതപ്പെടാൻ പോകുന്നത് എന്ന് ചുരുക്കം. ട്രംപിന്റെ ഈ നീക്കം സമാധാനമാണോ അതോ മറ്റൊരു ബിസിനസ് ഡീലാണോ എന്ന് ലോകം ചർച്ച ചെയ്യുകയാണ്. ഇന്ത്യ ഈ കത്തുമായി മുന്നോട്ട് പോകുമോ അതോ തങ്ങളുടെ തനതായ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുമോ? ഒരു കാര്യം ഉറപ്പാണ്,
ഐക്യരാഷ്ട്രസഭയെ പോലുള്ള പരമ്പരാഗത സംവിധാനങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് ലോകകാര്യങ്ങളിൽ അമേരിക്ക നേരിട്ട് ഇടപെടുന്ന ഒരു പുതിയ ശൈലിക്കാണ് ഡൊണാൾഡ് ട്രംപ് തുടക്കമിട്ടിരിക്കുന്നത്. ഗാസയിലെ മണ്ണിൽ ഇന്ത്യയുടെ സാന്നിധ്യം ട്രംപ് ആഗ്രഹിക്കുമ്പോൾ അത് ഭാരതത്തിന്റെ വളരുന്ന ആഗോള സ്വാധീനത്തിനുള്ള അംഗീകാരം കൂടിയാണ്. പക്ഷേ വെറും ഒരു സാമ്പത്തിക നിക്ഷേപം എന്നതിലുപരി പതിറ്റാണ്ടുകളായി ഇന്ത്യ ഉയർത്തിപ്പിടിക്കുന്ന പലസ്തീൻ നയം ഈ ബോർഡിലെ അംഗത്വത്തോടെ എങ്ങനെ മാറുമെന്നത് വളരെ നിർണായകമാണ്. ട്രംപിന്റെ ഈ സമാധാന പരീക്ഷണം ഗാസയിൽ വിജയിക്കുമോ അതോ ലോകം മറ്റൊരു വലിയ രാഷ്ട്രീയ ചതുരംഗത്തിന് സാക്ഷ്യം വഹിക്കുമോ? നമുക്ക് കാത്തിരുന്ന് കാണാം. നമ്മുടെ അയൽരാജ്യമായ പാകിസ്ഥാനിൽ നിന്ന് വീണ്ടും യുദ്ധവാർത്തകൾ പുറത്തു വരികയാണ്. ഇത്തവണ പാകിസ്ഥാൻ സൈന്യത്തെ ശരിക്കും വെള്ളം കുടിപ്പിക്കുന്നത് ഭീകര സംഘടനയായ TTP പയറ്റുന്ന ഒരു പുതിയ തന്ത്രമാണ്. നേരിട്ട് വെടിവെക്കുന്നതിന് പകരം സൈന്യത്തിന്റെ വഴി അടയ്ക്കുക. വടക്കൻ വസീറിസ്ഥാനിലെ തന്ത്രപ്രധാനമായ പാലങ്ങൾ ഒന്നൊന്നായിട്ട് തകർത്ത സൈന്യത്തെ കുടുക്കിയിരിക്കുകയാണ് TTP. എന്താണ് പാകിസ്ഥാനിൽ സംഭവിക്കുന്നത്? പരിശോധിക്കാം. പാകിസ്ഥാന്റെ വടക്കു പടിഞ്ഞാറൻ അതിർത്തികളിൽ വീണ്ടും വെടിമരുന്നിന്റെ ഗന്ധം പടരുകയാണ്. പാകിസ്ഥാൻ സൈനിക മേധാവി ജനറൽ അസീം മുനീറിന് വലിയൊരു തലവേദനയായി മാറിയിരിക്കുകയാണ് TTPയുടെ ഈ ഒരു ബ്രിഡ്ജ് അറ്റാക്ക്. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങൾക്കുള്ളിൽ 2 പ്രധാന പാലങ്ങളാണ് ഇവർ ബോംബ് വെച്ച് തകർത്തത്. ഷേവ പാലവും ഖുഷാലി പാലവും. കേവലം ഒരു സ്ഫോടനം എന്നതിനേക്കാൾ ഉപരി വസീറിസ്ഥാൻ മേഖലയിലെ സൈനിക നീക്കങ്ങളെ പാളിച്ചകളിലേക്ക് നയിക്കാൻ ശേഷിയുള്ള ഒരു വലിയ പദ്ധതിയുടെ ഭാഗമായാണ് ഈ ആക്രമണങ്ങൾ പ്രതിരോധ വിദഗ്ധർ കാണുന്നത്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ വടക്കൻ വസീറിസ്ഥാനിലെ ഷേവ പാലവും മീർ അലി തഹസീനിലെ ഖുഷാലി പാലവും തകർക്കപ്പെട്ടത് പാകിസ്ഥാൻ സൈന്യത്തിന്റെ വിതരണ ശൃംഖലകളെയും ആശയവിനിമയ സംവിധാനങ്ങളെയും സാരമായി ബാധിച്ചിരിക്കുകയാണ്. ഒരു കോൾഡ് വാറിന് സജ്ജമായി വരുന്ന തീവ്രവാദി ഗ്രൂപ്പുകൾ പാകിസ്ഥാന്റെ ആഭ്യന്തര സുരക്ഷയ്ക്ക് ഉയർത്തുന്ന വെല്ലുവിളി നിസ്സാരമല്ല. എന്തിനാണ് ഈ പാലങ്ങൾ തകർക്കുന്നത് എന്ന് ചോദിച്ചാൽ അതിന് പിന്നിൽ കൃത്യമായൊരു മിലിറ്ററി സ്ട്രാറ്റജിയുണ്ട്. യുദ്ധതന്ത്രങ്ങളിൽ പാലങ്ങൾക്കും ഗതാഗത മാർഗങ്ങൾക്കും എപ്പോഴും വലിയ പ്രാധാന്യമുണ്ട്. സൈന്യത്തിന് ആയുധങ്ങളും ഭക്ഷണവും എത്തിക്കണമെങ്കിൽ ഈ പാലങ്ങൾ അത്യാവശ്യമാണ്. പാലം തകർന്നതോടെ സൈനിക നീക്കം മന്ദഗതിയിലായി. സൈന്യത്തിന് ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്ക് പെട്ടെന്ന് എത്താൻ പറ്റാത്ത അവസ്ഥ. ഈ ഒരു നീക്കത്തിലൂടെ പാക് സൈന്യത്തെ വസീറിസ്ഥാൻ മേഖലയിൽ തന്നെ തളച്ചിടാനാണ് TTP ലക്ഷ്യമിടുന്നത്. ഇത് കേവലം ഒരു ഫിസിക്കലായൊരു തകർച്ചയല്ല, മറിച്ച് പാകിസ്ഥാൻ ഭരണകൂടത്തിന്റെ നിയന്ത്രണ അധികാരത്തിന് മേലുള്ള കനത്ത പ്രഹരം കൂടിയാണ്. ദീർഘകാലമായി ആസൂത്രണം ചെയ്ത ഇത്തരം നീക്കങ്ങൾ വഴി തങ്ങളുടെ സ്വാധീന മേഖലകളിൽ സൈന്യത്തിന് പ്രവേശനം അസാധ്യമാക്കുക എന്നതാണ് തീവ്രവാദികൾ ലക്ഷ്യമിടുന്നത്. ഷേവ പാലത്തിന്റെ തകർച്ച ഖൈബർ പത്വൻകോയിലെ തന്ത്രപ്രധാനമായ പല കേന്ദ്രങ്ങളെയും തമ്മിൽ വേർപെടുത്തിയിരിക്കുകയാണ്. ഷേവ തഹസീലിലെ കുരം, ഹംഗു, ബന്നു, കാരക്, തെക്കൻ വസീറിസ്ഥാൻ എന്നിവയുമായി ബന്ധിപ്പിക്കുന്ന ഈ ഒരു പാലം അഫ്ഗാൻ അതിർത്തിയിലേക്കുള്ള പ്രധാന പാത കൂടിയായിരുന്നു. അതിർത്തി രക്ഷാ സേനയും സൈനിക വിന്യാസത്തിനും ആവശ്യമായ ആയുധങ്ങളും ഭക്ഷണവും എത്തിക്കുന്നതിൽ ഈ പാലം വഹിച്ചിരുന്ന പങ്ക് വളരെ വലുതാണ്. ഇത് തകർന്നതോടെ ഡ്യൂറൻ ലൈനിലെ കാവൽപുരകളിലേക്ക് സൈനികരെ എത്തിക്കുന്നത് ഏറെ ദുഷ്കരമാകും. കഴിഞ്ഞ 7 മാസമായി ഈ ആക്രമണത്തിനായി TTP പദ്ധതികൾ തയ്യാറാക്കുകയായിരുന്നുവെന്നാണ് പ്രാദേശിക ഗോത്രവർഗ കൗൺസിലായ ജിർഗയുടെ പ്രതിനിധികൾ വ്യക്തമാക്കുന്നത്. ഇത് സൂചിപ്പിക്കുന്നത് പാകിസ്ഥാൻ ഇന്റലിജൻസ് സംവിധാനങ്ങളുടെ കൺമുന്നിൽ വെച്ച് തന്നെ വളരെ കൃത്യമായ പ്ലാനിങ്ങോടെ തീവ്രവാദികൾ കരുക്കൾ നീക്കുന്നുവെന്നാണ്. പ്രാദേശിക ജനവിഭാഗങ്ങളെ സമ്മർദ്ദത്തിലാക്കുന്ന മറ്റൊരു തലം കൂടി ഈ ഒരു സംഭവത്തിനുണ്ട്. പാലം തകർക്കുക മാത്രമല്ല, അതിനി ആരും പണിയാൻ വരണ്ട എന്ന ഭീഷണിയും TTP മുഴക്കിയിട്ടുണ്ട്. വടക്കൻ വസീറിസ്ഥാനിലെ പ്രാദേശിക സമിതിയായ ജിർഗ അംഗങ്ങളോട് അവർ പറഞ്ഞത് ഇങ്ങനെയാണ്: ആരെങ്കിലും ഈ ഒരു പാലം നന്നാക്കാൻ വന്നാൽ അവർ കടുത്ത പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്നാണ്. സാധാരണഗതിയിൽ തർക്കങ്ങൾ പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ജിർഗ എന്ന പഷ്തൂൺ പാരമ്പര്യ സംവിധാനത്തെ പോലും ഭയപ്പെടുത്താൻ TTPക്ക് കഴിയുന്നു എന്നത് മേഖലയിലെ ഭരണകൂടത്തിന്റെ പിടി അയയുന്നു എന്നതിന്റെ തെളിവാണ്. ഭയം കാരണം ജനങ്ങൾ സൈന്യത്തെ സഹായിക്കാൻ മടിക്കുകയാണ്. സാധാരണക്കാരുടെ സഞ്ചാര സ്വാതന്ത്ര്യം ഇല്ലാതായി. അവരുടെ ദൈനംദിന ജീവിതം ദുസ്സഹമായി. സർക്കാരിനേക്കാൾ കൂടുതൽ അവിടെ ഇപ്പോൾ TTP പറയുന്നതാണ് നടക്കുന്നത് എന്ന അവസ്ഥയിലാണ് കാര്യങ്ങൾ. നിലവിൽ പാകിസ്ഥാൻ സൈന്യം നേരിടുന്ന വെല്ലുവിളികൾ പലതാണ്. ഒരു വശത്ത് സാമ്പത്തിക തകർച്ചയും മറുവശത്ത് രാഷ്ട്രീയ അസ്ഥിരതയും നേരിടുന്ന രാജ്യത്തിന് വടക്കു പടിഞ്ഞാറൻ മേഖലയിലെ ഈ പുതിയ മുന്നേറ്റങ്ങൾ താങ്ങാവുന്നതിലും അധികമാണ്. ദിവസേന ഒന്നിലധികം സൈനിക ഓപ്പറേഷനുകൾ ഖൈബർ പത്വൻഖോയിൽ നടക്കുന്നുണ്ടെങ്കിലും TTPയുടെ കടന്നാക്രമണങ്ങളെ ഫലപ്രദമായി തടയാൻ സാധിക്കുന്നില്ല. തന്ത്രപ്രധാനമായ ആസ്തികൾ സംരക്ഷിക്കുന്നതിൽ പരാജയപ്പെടുന്നത് സൈന്യത്തിന്റെ മനോവീര്യത്തെ ബാധിക്കാനിടയുണ്ട്. പ്രത്യേകിച്ചും ശൈത്യകാലത്ത് മഞ്ഞുവീഴ്ചയും മറ്റും മൂലം ഗതാഗതം കഠിനമാകുന്ന സാഹചര്യത്തിൽ പാലങ്ങൾ ഇല്ലാത്തത് സൈനിക നീക്കങ്ങളെ പൂർണ്ണമായും നിശ്ചലമാക്കിയേക്കാം. ഇത് തീവ്രവാദികൾക്ക് ഒളിത്താവളങ്ങളിൽ ഇരുന്ന് ആക്രമണം നടത്താൻ കൂടുതൽ സൗകര്യമൊരുക്കുന്നു.
അഫ്ഗാനിസ്ഥാനുമായുള്ള അതിർത്തി തർക്കങ്ങളും ഇതിനോടൊപ്പം കൂട്ടി വായിക്കേണ്ടതുണ്ട്. അഫ്ഗാനിസ്ഥാൻ അതിർത്തിയായ ഡ്യൂറൻ ലൈനിലെ കാവൽപ്പുരകളിലേക്ക് സൈനികരെ എത്തിക്കുന്നത് ഇതോടെ ഏറെ ദുഷ്കരമായിരിക്കുകയാണ്. അഫ്ഗാൻ താലിബാന്റെ പരോക്ഷ പിന്തുണ TTPക്ക് ലഭിക്കുന്നുണ്ടെന്നാണ് പാകിസ്ഥാൻ പറയുന്നത്. അതിർത്തിയിലെ സുരക്ഷാ വേലികൾ നിർമ്മിക്കുന്നതിനെ അഫ്ഗാനിസ്ഥാൻ എതിർക്കുന്ന സാഹചര്യത്തിൽ ഈ പാലം തകർത്തത് അതിർത്തിയിലെ നുഴഞ്ഞുകയറ്റം വർദ്ധിപ്പിക്കാൻ കാരണമായേക്കും. പാകിസ്ഥാൻ ഇപ്പോൾ വലിയൊരു പ്രതിസന്ധിയിലാണ്. രാജ്യത്ത് കടുത്ത സാമ്പത്തിക തകർച്ചയും രാഷ്ട്രീയ പ്രശ്നങ്ങളും നടക്കുമ്പോൾ ഈ പുതിയ യുദ്ധം അവർക്ക് താങ്ങാവുന്നതിലും അധികമാണ്. പ്രത്യേകിച്ചും ശൈത്യകാലത്ത് മഞ്ഞുവീഴ്ച കൂടുമ്പോൾ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെടും. ഇത് തീവ്രവാദികൾക്ക് ഒളിച്ചിരുന്ന് ആക്രമിക്കാൻ കൂടുതൽ സൗകര്യമൊരുക്കുന്നു. തകർക്കപ്പെട്ട ഓരോ പാലവും പാകിസ്ഥാൻ സൈന്യത്തിന്റെ ശക്തിക്കേറ്റ വലിയ മുറിവുകളാണ്. TTPയുടെ ഈ വിന്റർ ഒഫൻസീവ് വരും ദിവസങ്ങളിൽ കൂടുതൽ ശക്തമാകാനാണ് സാധ്യത. തോക്കുകൾ കൊണ്ട് മാത്രം തീവ്രവാദത്തെ നേരിടാൻ കഴിയില്ലെന്നും ജനങ്ങളുടെ വിശ്വാസം നേടിയെടുക്കണമെന്നും പാകിസ്ഥാൻ ഇപ്പോൾ തിരിച്ചറിയുന്നുണ്ടാകും. സൈന്യത്തിന് തങ്ങളുടെ ആസ്തികൾ പോലും സംരക്ഷിക്കാൻ കഴിയാത്തത് ജനങ്ങൾക്കിടയിൽ വലിയ പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട്. ഇനി GCC മേഖലയിലെ ചില സുപ്രധാന വാർത്തകൾ പരിശോധിക്കാം. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് ഇന്ത്യയിൽ. ഇന്ത്യ UAE തന്ത്രപ്രധാന പങ്കാളിത്തം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ ഇന്ന് ഇന്ത്യയിലെത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. കഴിഞ്ഞ 10 വർഷത്തിനിടെ അദ്ദേഹത്തിന്റെ 5ാമത്തെ സന്ദർശനമാണിത്. സാമ്പത്തിക ഊർജ്ജ മേഖലകളിൽ പുതിയ കരാറുകൾ ഒപ്പിടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ലോകത്തെ ഏറ്റവും സുരക്ഷിത നഗരമായി വീണ്ടും അബുദാബി. നംബിയോ സേഫ്റ്റി ഇൻഡെക്സ് പ്രകാരം ലോകത്തെ ഏറ്റവും സുരക്ഷിത നഗരമായി തുടർച്ചയായ 10ാം വർഷവും അബുദാബി തിരഞ്ഞെടുക്കപ്പെട്ടു. 300-ലധികം നഗരങ്ങളെ പിന്തള്ളിയാണ് അബുദാബി ഈ നേട്ടം സ്വന്തമാക്കിയത്. ബഹ്റൈനിലെ അവാലി നഗരത്തിന് പുതിയ മുഖച്ഛായ. ബഹ്റൈനിലെ ചരിത്ര നഗരമായ അവാലിയുടെ നവീകരണത്തിനായുള്ള വികസന മാസ്റ്റർ പ്ലാനിന് ഹമ്മദ് രാജാവ് അംഗീകാരം നൽകി. നഗരത്തിന്റെ പൈതൃകം നിലനിർത്തിക്കൊണ്ട് തന്നെ അത്യാധുനിക സൗകര്യങ്ങൾ ഒരുക്കാനാണ് ഈ പദ്ധതി ലക്ഷ്യമിടുന്നത്. സൗദി ഢാക്കർ റാലിയിൽ നാസർ അൽ അത്തിയയ്ക്ക് 6ാം കിരീടം. സൗദി അറേബ്യയിൽ നടന്ന ലോകത്തിലെ ഏറ്റവും കഠിനമായ ഓഫ് റോഡ് മോട്ടോർ സ്പോർട്സ് മാമാങ്കമായ സൗദി ഢാക്കർ റാലി 2026 സമാപിച്ചു. കാർ വിഭാഗത്തിൽ ഖത്തർ താരം നാസർ അൽ അത്തിയ 6ാം തവണയും കിരീടം ചൂടി. രൂപയുടെ മൂല്യത്തകർച്ച പ്രവാസികൾക്ക് നേട്ടം. ഇന്ത്യൻ രൂപയുടെ മൂല്യം വീണ്ടും ഇടിഞ്ഞതോടെ ഗൾഫ് പ്രവാസികൾക്ക് പണം നാട്ടിലേക്ക് അയക്കാൻ അനുകൂല സാഹചര്യമാണ്. UAE ദിർഹത്തിന് 25 രൂപ എന്ന നിരക്കിലേക്ക് വിനിമയ നിരക്ക് ഉടൻ എത്തിയേക്കുമെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഖത്തർ റിയാൽ, സൗദി റിയാൽ എന്നിവയുടെ നിരക്കിലും സമാനമായ വർധനവുണ്ട്. ഒമാൻ വീണ്ടും പ്രവൃത്തി ദിനങ്ങളിലേക്ക് കടക്കുന്നു. 4 ദിവസത്തെ നീണ്ട അവധിക്ക് ശേഷമാണ് ഒമാൻ ഇന്ന് വീണ്ടും പ്രവൃത്തി ദിനങ്ങളിലേക്ക് കടന്നത്. സുൽത്താൻ ഹൈതം ബിൻ താരിഖിന്റെ സ്ഥാനാരോഹണ ദിനവും ഇസ്ര മിറാജ് ദിനവും ഒത്തുവന്നതോടെയാണ് ഒമാനിൽ തുടർച്ചയായ അവധി ലഭിച്ചത്. ബാങ്കുകളും സർക്കാർ സ്ഥാപനങ്ങളും ഇന്നു മുതൽ സാധാരണ നിലയിൽ പ്രവർത്തിച്ചു തുടങ്ങി. ആഗോളതലത്തിൽ ഒട്ടേറെ വെല്ലുവിളികളും ദുരന്തങ്ങളും നാം ഇന്ന് കണ്ടു കഴിഞ്ഞു. എങ്കിലും ഈ പ്രതിസന്ധികൾക്കിടയിലും ഇന്ത്യ ഒരു വലിയ സമാധാന പാലമായി വളരുന്നത് നമുക്ക് പ്രത്യാശ നൽകുന്നൊരു കാര്യമാണ്. ഗാസയിലെ പ്രശ്നപരിഹാരത്തിനായാലും ദാവൂസിലെ സാമ്പത്തിക ചർച്ചകളിലായാലും ലോകം ഇന്ന് ഇന്ത്യയുടെ വാക്കുകൾക്കായി കാതോർക്കുകയാണ്. ഐക്യത്തിലൂടെയും ശരിയായ നയതന്ത്രത്തിലൂടെയും ഏത് വലിയ പ്രശ്നവും പരിഹരിക്കാൻ കഴിയുമെന്ന വലിയ പാഠമാണ് ഈ സംഭവങ്ങളൊക്കെ നമുക്ക് കാണിച്ചു തരുന്നത്. കൂടുതൽ കരുത്തോടെ, കൂടുതൽ ഒത്തൊരുമയോടെ നമുക്ക് വരും ദിവസങ്ങളെ നേരിടാം. ഗുഡ് നൈറ്റ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.